ഹായ് എവരിവൺ, ഐ എം ആതിര. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റിയുടെ കുറച്ച് പ്രോബ്ലംസ്, നമ്മൾ ക്ലാസിക്കൽ ഡെഫിനിഷൻ വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസും പെർമ്യൂട്ടേഷൻ എന്നിട്ടുള്ള പോർഷനുമാണ്. അതായത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ പറയാനുണ്ട്. അതിൽ പെർമ്യൂട്ടേഷന് അതിന് മുന്നേ ആയിട്ട് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ, പെർമ്യൂട്ടേഷൻ്റെ ഒരു പ്രോബ്ലം എന്നിവയാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ലീപ് ഇയർ സെലക്റ്റഡ് അറ്റ് റാൻഡം വിൽ കണ്ടെയ്ൻ 53 സൺഡേസ്? അപ്പോൾ എന്താണ് ഒരു ലീപ്പ് ഇയർ എന്നറിയണം. നമുക്ക് സാധാരണ ഒരു ഇയറിൽ 365 ദിവസങ്ങളാണ് ഉള്ളത്. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൂടുതലുണ്ടാകും. അതായത് 366 ദിവസം വരുന്ന ഇയറിനെയാണ് ലീപ്പ് ഇയർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 366 ദിവസമാണ് ഒരു ലീപ്പ് ഇയറിൽ വരിക. ഈ നമുക്ക് സാധാരണ വരുന്ന 365 ദിവസങ്ങളിൽ 52 ആഴ്ചകളുണ്ടാകും. 52 കംപ്ലീറ്റ് ആഴ്ചകളുണ്ടാകും, പ്ലസ് 52 വീക്ക് പ്ലസ് ഒരു ഡേ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ള 365 ദിവസങ്ങളിൽ 52 വീക്കും ഒരു ഡേയും എക്സ്ട്രാ ഉണ്ടാകും. ആ ഡേ ഏതുമാകാം. അതുപോലെ 366 ദിവസം ഒരു ലീപ്പ് ഇയർ ആവുന്ന കേസിൽ അപ്പോൾ നമുക്ക് 52 കംപ്ലീറ്റ് വീക്കും ഉണ്ടാകും, ഒരു ഡേ എക്സ്ട്രാ കൂടുതൽ വരുന്നുണ്ട്, അപ്പോൾ 2 ഡേയും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ലീപ്പ് ഇയറിലുള്ള ഡേയ്സ്. 52 വീക്ക് ഉണ്ടാകും, 366 ഡേയ്സ് ആണ്, അതിൽ 52 കംപ്ലീറ്റ് വീക്ക് ഉണ്ടാകും, പ്ലസ് 2 ഡേയ്സ് ഉണ്ടാകും. സാധാരണ പ്ലസ് ഒരു ഡേ ആണ്, ലീപ്പ് ഇയർ ആകുമ്പോൾ പ്ലസ് ഒന്നും കൂടെ കൂടും, അതായത് പ്ലസ് 2 ഡേയ്സ് എക്സ്ട്രാ ഉണ്ടാകും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ലീപ്പ് ഇയറിൽ നമ്മൾ what is the probability that a leap year selected at random will contain 53 Sundays? ഇപ്പോൾ ലീപ്പ് ഇയേഴ്സ് ഉണ്ട്, ആ ലീപ്പ് ഇയറിന് റാൻഡം ആയിട്ട് നമ്മളൊരു ലീപ്പ് ഇയർ സെലക്ട് ചെയ്തു, അതിൽ 53 സൺഡേസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് 52 വീക്കിൽ നമുക്ക് 52 സൺഡേസ് എന്തായാലും ഉണ്ടാകും. ഓക്കെ, 52 വീക്കിൽ നമ്മുടെ 52 സൺഡേസ് എന്തായാലും ഉണ്ടാകും, പ്ലസ് 2 ഡേ ആണ് നമുക്കുള്ളത്. അപ്പോൾ ഒരു സൺഡേയും കൂടി വന്നാലേ നമുക്ക് 53 സൺഡേ ആവുള്ളൂ. അപ്പോൾ ആ എക്സ്ട്രാ ഉള്ള 2 ഡേയ്സിൽ നമ്മുടെ 2 ഡേയ്സിൽ ഏതെങ്കിലും ഒരെണ്ണം സൺഡേ ആയാൽ മാത്രമേ നമുക്ക് 53 സൺഡേസ് കിട്ടുള്ളൂ. അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നോക്കുക, നമുക്കുള്ള ആ 2 ഡേയ്സിൽ എങ്ങനെയൊക്കെ ഡേയ്സ് വരാം. ഇപ്പോൾ അടുത്തടുത്ത 2 ദിവസങ്ങളാണല്ലോ വരുന്നത്. 52 വീക്ക് കഴിഞ്ഞിട്ട് 2 അടുത്തടുത്ത ദിവസങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ അടുത്തടുത്ത ദിവസങ്ങൾ എങ്ങനെയൊക്കെ ആകാം? സൺഡേ മൺഡേ ആവാം, മൺഡേ ട്യൂസ്ഡേ ആവാം, ട്യൂസ്ഡേ വെനസ്ഡേ ആവാം, വെനസ്ഡേ തേഴ്സ്ഡേ ആവാം, തേഴ്സ്ഡേ ഫ്രൈഡേ ആവാം, ഫ്രൈഡേ സാറ്റർഡേ ആവാം, സാറ്റർഡേ സൺഡേ ആവാം. അപ്പം ഇങ്ങനെ 7 പോസിബിലിറ്റീസ് ആണ് ആ 2 ദിവസത്തിനുള്ളത്. ഇതിലേതെങ്കിലും 2 ഡേയ്സ് ആവാം അത്. അപ്പം നമുക്ക് ആ 2 ഡേയ്സിൽ ഇതിൽ ഈ 7 പോസിബിലിറ്റീസ് വരുന്നുണ്ട്. അങ്ങനെയാണെന്ന് ആ 2 എണ്ണത്തിൽ ഒരെണ്ണം സൺഡേ ആവാനുള്ള പോസിബിലിറ്റീസ് ഏതൊക്കെ ഉണ്ട്? അപ്പോൾ ടോട്ടൽ നമുക്ക് 7 പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ സൺഡേ വരുന്ന പോസിബിലിറ്റീസ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2/7 ആണ് ആ 2 ദിവസത്തിൽ സൺഡേ വരാനുള്ള പ്രോബബിലിറ്റി ഉള്ളത്. അത് തന്നെയാണ് നമുക്ക് 53 സൺഡേസ് വരാനുള്ള പ്രോബിലിറ്റിയും. കാരണം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം സൺഡേ ആയാൽ ആ 2 എക്സ്ട്രാ ഉള്ള 2 ഡേയ്സിൽ ഏതെങ്കിലും ഒരെണ്ണം സൺഡേ ആയി കഴിഞ്ഞാൽ നമുക്ക് 53 സൺഡേസ് കിട്ടി. അപ്പോൾ 2/7 ആണ് നമുക്ക് ആവശ്യമുള്ള പ്രോബബിലിറ്റി. ഓക്കെ, ലീപ്പ് ഇയർ കണ്ടെയ്ൻ 53 Sundays means out of the 2 extra days, 1 should be Sunday. The required probability is equal to 2/2 സൺഡേസ് വരാനുള്ള പോസിബിലിറ്റി ഡിവൈഡ് ബൈ ഫേവറബിൾ ആയിട്ട് 2 എണ്ണാണുള്ളത്, ഡിവൈഡ് ബൈ ടോട്ടൽ ചാൻസസ് ആ 2 ഡേയ്സിന് വരാനുള്ള ടോട്ടൽ ചാൻസസ് 7 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പ്രോബബിലിറ്റി. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. 3 coins are tossed. What is the probability of getting
1 all heads, എല്ലാം ഹെഡ് ആവാനുള്ള പ്രോബിലിറ്റി. ആൻഡ് എക്സാക്ട്ലി 1 ഹെഡ്, കറക്റ്റായിട്ട് ഒരു ഹെഡ് മാത്രം കിട്ടാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, ബാക്കി ടെയിലാകാം, ഒറ്റ ഹെഡേ പാടുള്ളൂ. ദെൻ മൂന്നാമത്തെ എക്സാക്ട്ലി 2 ഹെഡ്, കറക്റ്റ് 2 ഹെഡ്, ബാക്കിയുള്ള ഒരെണ്ണം ടെയിലാകാം. ദെൻ ഫോർത്ത് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഹെഡെങ്കിലും വേണം. അപ്പോൾ ഒരു ഹെഡ് ആവാം, 2 ഹെഡ് ആവാം. നമ്മൾ 3 പ്രാവശ്യമാണ് ടോസ് ചെയ്യുന്നത്, അപ്പോൾ 3 ഹെഡ് വരെ വരാം. ഓക്കെ, ദെൻ അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ് പറഞ്ഞാൽ മിനിമം 2 ഹെഡ് വേണം. അപ്പോൾ 2 ഹെഡ് എടുക്കാം, 3 ഹെഡ് എടുക്കാം. ഓക്കെ, അറ്റ്മോസ്റ്റ് 1 ഹെഡ്, മാക്സിമം ഒരു ഹെഡ് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 0 ഹെഡ്സ് വരാം, ഒരു ഹെഡ് വരാം. ഓക്കെ, ദെൻ അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ്, മാക്സിമം 2 ഹെഡ് വരെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റ ഹെഡും ഇല്ലാത്തത് എടുക്കാം, ഒരു ഹെഡ് ഉള്ളത് എടുക്കാം, 2 ഹെഡ് ഉള്ളതും വരെ എടുക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് 1 നോ ഹെഡ്, ഒറ്റ ഹെഡും ഇല്ലാത്ത പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബിലിറ്റീസ് ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം സാമ്പിൾ സ്പേസ് ചെയ്താൽ 3 കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എണ്ണം വേണമെങ്കിൽ ഹെഡ് കിട്ടാം, 2 എണ്ണം ഹെഡ് കിട്ടിയിട്ട് ഒരെണ്ണം ടെയിൽ കിട്ടാം. ഇനി ആദ്യത്തേൽ ഹെഡ് കിട്ടി, രണ്ടാമത്തേൽ ടെയിൽ കിട്ടി, മൂന്നാമത്തേൽ ഹെഡ് കിട്ടാം. അപ്പോൾ HTH. ദെൻ ഫസ്റ്റത്തേൽ ടെയിൽ കിട്ടി, ബാക്കി 2 എണ്ണത്തിൽ ഹെഡ് കിട്ടാം, അപ്പോൾ TSH. ദെൻ ഫസ്റ്റത്തേൽ ഹെഡ് കിട്ടി, ബാക്കി 2 എണ്ണത്തിൽ ടെയിൽ കിട്ടാം, അപ്പോൾ HTT. ദെൻ ഫസ്റ്റത്തേൽ ടൈല് കിട്ടി, രണ്ടാമത്തേൽ ഹെഡ് കിട്ടി, മൂന്നാമത്തേൽ ടെയിൽ കിട്ടാം, അപ്പോൾ THT. ദെൻ ഫസ്റ്റത്തെ 2 എണ്ണത്തിൽ ടെയിൽ കിട്ടി, ലാസ്റ്റത്തേൽ ഹെഡ് കിട്ടാം, അപ്പോൾ TTH. ദെൻ ലാസ്റ്റ് എല്ലാം ഹെഡ് ആവാം, അപ്പോൾ TTT. അപ്പോൾ ഇത്രയും പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. HH വരാം, HHT വരാം, HTH വരാം, THH വരാം, HTT വരാം, THT വരാം, TTH വരാം, TTT വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചാൻസസ്. അപ്പോൾ നമുക്ക് 8 പോസിബിലിറ്റീസ് ഉണ്ട്. ടോട്ടൽ പോസിബിലിറ്റീസ് ഉണ്ട്, ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് 1 നമുക്ക് കണ്ടത് പ്രോബിലിറ്റി ഓഫ് ഓൾ ഹെഡ്, എല്ലാം ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ ഇതിലിങ്ങനെ നോക്കാം, ഈ തന്നിരിക്കുന്ന പോസിബിൾ കേസസിൽ എല്ലാം ഹെഡ് വരാനുള്ള എത്ര എണ്ണം ഉണ്ട്? ആകെ ഒരെണ്ണം മാത്രമേ എല്ലാം ഹെഡ് വരാനുള്ളൂ. അപ്പോൾ 8 എണ്ണത്തിൽ ഒരെണ്ണം, അപ്പോൾ 1/8 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. ദെൻ P ഓഫ് എക്സാക്ട്ലി 1 ഹെഡ്, കറക്റ്റായിട്ട് ഒറ്റ ഹെഡ് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കുക, ഒരു ഹെഡ് മാത്രം വരുന്ന എത്ര എണ്ണം ഉണ്ട്? ഇവിടെ നോക്കുക, ഇതൊരെണ്ണം. ദെൻ രണ്ടാമത്തെ ഇതിലൊരൊറ്റ ഹെഡ് മാത്രമേ ഉള്ളൂ, ഇതിലൊരൊറ്റ ഹെഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ 8 എണ്ണത്തിൽ 3 എണ്ണം എക്സാക്ട്ലി 1 ഹെഡ് ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സാക്ട്ലി 1 ഹെഡ് എന്ന് പറയുന്നത് 3/8. ഓക്കെ, ഇനി 3 P ഓഫ് എക്സാക്ട്ലി 2 ഹെഡ്സ്, എക്സാക്റ്റ് ആയിട്ട് 2 ഹെഡ് മാത്രം വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താ നോക്കുക. അപ്പോൾ ഇവിടെ തന്നെ നോക്കുക, 2 ഹെഡ് മാത്രം വരാനുള്ള പ്രോബിലിറ്റി നോക്കുക. ഇതൊരെണ്ണം, HHT വരാം, HTH വരാം, THH വരാം. അപ്പോൾ ഈ 3 കേസുകളാണ് അതിന് ഫേവറബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അതും പ്രോബിലിറ്റി എന്താ പറയുന്നത് 3/8. ഇനി അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, മിനിമം ഒരു ഹെഡെങ്കിലും വരണം. അപ്പോൾ അതിൽ ഇല്ലാതിരിക്കുന്നത് ഏതാ? ഒറ്റ ഹെഡും ഇല്ലാത്തത് മാത്രമേ ഒഴിവാവുള്ളൂ. അതായത് TTT ഉള്ളത് മാത്രമേ ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ ബാക്കി 7 എണ്ണം, നമുക്ക് ടോട്ടൽ 8 എണ്ണം ഉള്ളത്. അപ്പോൾ അതിൽ TTT ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 7 എണ്ണം ഉണ്ടാവും. അപ്പോൾ 7/8 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. ദെൻ P ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്, മിനിമം 2 ഹെഡെങ്കിലും വേണം. അപ്പോൾ മിനിമം 2 ഹെഡ് വരുന്ന കേസുകൾ ഏതൊക്കെയാ? മിനിമം 2 ഹെഡ് എന്ന് പറഞ്ഞാൽ 3 ഹെഡ് വരുന്നതിൽ പറ്റും. മിനിമം 2 പറഞ്ഞാൽ 2 വരാം, 3 വരാം. അപ്പോൾ 3 ഹെഡ് വരുന്ന വരും, 2 ഹെഡ് വരുന്നതും വരും. അപ്പോൾ 4 പോസിബിലിറ്റിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ 4/8, 8 എണ്ണത്തിൽ 4 എണ്ണം. ആൻഡ് അറ്റ്മോസ്റ്റ് 1 ഹെഡ്. അപ്പോൾ അറ്റ്മോസ്റ്റ് 1 ഹെഡ് പറഞ്ഞാൽ മാക്സിമം ഒരു ഹെഡ് വരെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റ ഹെഡും ഇല്ലാത്തത് എടുക്കാം, ദെൻ ഒരു ഹെഡ് ഉള്ളത് മാത്രം എടുക്കാം. അപ്പോൾ നമുക്ക് 4 പോസിബിലിറ്റീസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെയും പ്രോബിലിറ്റി 4/8.
ദെൻ പ്രോബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് 2 ഹെഡ്, മാക്സിമം 2 ഹെഡ് വരെ വരാൻ പറ്റുള്ളൂ. ഒറ്റ ഹെഡ് ഇല്ലാത്ത വരാം, ഒരു ഹെഡ് ഉള്ളത് വരാം, 2 ഹെഡ് ഉള്ളത് വരാം. നോക്കുക, ഈ 3 ഹെഡ് ഉള്ളത് മാത്രമേ അതിൽ ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ ബാക്കി എന്ന് പറയുന്നത് 7/8. ദെൻ പി ഓഫ് നോ ഹെഡ്, ഒറ്റ ഹെഡും ഇല്ലാത്തത് ഏതാ ഉള്ളത്? ടി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 8 എണ്ണത്തിൽ ഒരെണ്ണം, അപ്പോൾ 1/8 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. ഓക്കെ, ഇങ്ങനെയാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോബബിലിറ്റീസ് കാണും. ദെൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ, പെർമ്യൂട്ടേഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് പറയാം. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ പറയുന്നത്, ഇഫ് ആൻ ഇവന്റ് എ ക്യാൻ ഹാപ്പൻ ഇൻ n1 ways and another event b can happen in n2 ways, then the number of ways in which both the events A and B can happen in a specified order is n1 into n2. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ഇവന്റ് n1 രീതിയിൽ സംഭവിക്കാം, ബി എന്ന് പറയുന്ന ഇവന്റ് n2 രീതിയിൽ സംഭവിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ എയും ബിയും ഒരുമിച്ച് സംഭവിക്കാനുള്ളത് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഓർഡറിൽ, ഇപ്പോൾ എ ആദ്യം സംഭവിച്ചിട്ട് ബി സംഭവിക്കുക, അല്ലെങ്കിൽ ബി ആദ്യം സംഭവിച്ചിട്ട് എ സംഭവിക്കാം. അങ്ങനെ ഒരു സ്പെസിഫൈഡ് ഓർഡറിൽ സംഭവിക്കാനുള്ള എത്ര രീതിയിൽ സംഭവിക്കാം എന്നുള്ളത് n1 into n2 ആണ്. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇത് നോക്കാം, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 സ്ഥലങ്ങളുണ്ട്. അപ്പോൾ 1-ൽ നിന്ന് 2-ലേക്ക് നിങ്ങൾക്ക് 2 രീതിയിൽ പോകാം. 2 വഴിയുണ്ട്, എ ബി. ഓക്കെ, ഇനി 2-ൽ നിന്ന് 3-ലേക്ക് 3 വഴിയിൽ പോകാം, സി ഡി ഇ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ എ, ഇതാണ് ക്യാപിറ്റൽ ബി. അപ്പോൾ 1-ൽ നിന്ന് 2-ലേക്ക് എത്തുന്നതാണ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ ഇവന്റ്, 2-ൽ നിന്ന് 3-ലേക്ക് എത്തുന്നതാണ് ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ഇവന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് 1-ൽ നിന്ന് 3-ലേക്ക് എത്താനുള്ള വഴികൾ, അതായത് രണ്ടും സംഭവിക്കണം. 1-ൽ നിന്ന് 2-ലേക്ക് പോകണം, 2-ൽ നിന്ന് 3-ലേക്കും പോകണം. എയും ബിയും ഒരുമിച്ച് സംഭവിക്കാൻ എത്ര വഴികൾ ഉണ്ടാകും നോക്കുക. എ ഇങ്ങനെ പോവാം, ഒരു മെത്തേഡ് ഇത് എ യൂസ് ചെയ്യാം, ദെൻ ഇ വഴി പോവാം. അപ്പോൾ ഒരു പോസിബിലിറ്റി ആയി. ദെൻ രണ്ടാമത്തെ നോക്കാം, എ തന്നെ യൂസ് ചെയ്യാം, സി വഴി പോകാം അല്ലേ. മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എ യൂസ് ചെയ്യാം, ഡി വഴി പോകാം. അപ്പോൾ ഒരു വഴി നമ്മൾ ഫസ്റ്റ് 1-ന്ന് 2-ക്ക് തന്നെ നമുക്ക് ഒരു വഴി യൂസ് ചെയ്തിട്ട് 3-ലേക്ക് നമുക്ക് 3 രീതിയിൽ പോകാം. അപ്പോൾ അവിടെ 3 വന്നു. ദെൻ ഇനി നമുക്ക് ബി യൂസ് ചെയ്തിട്ട് അതുപോലെ പോവാം. ബി യൂസ് ചെയ്യുക, ദെൻ സി പോകാം, ഡി പോകാം, ഇ പോകാം. അപ്പോൾ അവിടെയും 3 വന്നു. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം വന്നു നോക്കുക. എ വഴി പോകുന്നത് നമ്മൾ 3 വേസ് വന്നു അല്ലേ. താഴെ അതുപോലെ 3 വേസ് വന്നു. അതായത് 6 എണ്ണം നമുക്ക് കിട്ടി. അത് ഈക്വൽ ടു 2 into 3 ആണല്ലോ. 1-ൽ നിന്ന് 2-ലേക്കുള്ള പോസിബിൾ വേസ് 2 ആയിരുന്നു, 2-ൽ നിന്ന് 3-ലേക്കുള്ള പോസിബിൾ വേസ് 3 ആയിരുന്നു. അപ്പോൾ 2 into 3 എന്ന് പറയുന്നത് 6 ആണ്. അത് തന്നെയാണ് നമുക്ക് ഇങ്ങനെ വരച്ച് നോക്കുമ്പോഴും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫണ്ടമെന്റൽ തിയറം പറയുന്നത്. ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഓർഡറിലാണ് നമ്മൾ ഫസ്റ്റ് 1-ൽ നിന്ന് 2-ലേക്കാണ് പോയത്, 2-ൽ നിന്ന് 3-ലേക്ക് പോയി. നിങ്ങൾക്ക് നേരെ തിരിച്ചു കൊടുക്കാം, 3-ൽ നിന്ന് 2-ലേക്ക് പോയിട്ട് 2-ൽ നിന്ന് 1-ലേക്ക് പോകാം. അല്ലാതെ നേരിട്ട് ചാടരുത്. 1-ൽ നിന്ന് 3-ലേക്ക് ഒരു സ്പെസിഫൈഡ് ഓർഡറിൽ 2 ഇവന്റ് സംഭവിക്കുന്ന എത്ര രീതിയിൽ സംഭവിക്കാം, ഏതൊക്കെ വഴിക്ക് സംഭവിക്കാം എന്നുള്ളതിൻ്റെ പോസിബിലിറ്റിനെ പറ്റിയാണ് ഇവിടെ ഫണ്ടമെന്റൽ തിയറം പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ പെർമ്യൂട്ടേഷനിലും കോമ്പിനേഷനിലും അപ്ലൈ ചെയ്യുന്നത്.
അപ്പോൾ അതിന് മെത്തേഡ്സ് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതേ പ്രിൻസിപ്പിളാണ് അവിടെ അപ്ലൈ ചെയ്യുക. Then permutation. Definition. Permutation refers to the arrangement which can be made by taking some, say R, of things at a time or all of n things at a time with attention given to the order of arrangement of the selected objects. ഇപ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെൻ്റ് ആണ്. നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങൾ തന്നിട്ടുണ്ടാവും, അതിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പോൾ n ഐറ്റംസ് തന്നിട്ട് 6 എണ്ണത്തിനെ അറേഞ്ച് ചെയ്യും. ഇപ്പോൾ 6 എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ, 5 എണ്ണം, ഇപ്പോൾ 10 എണ്ണം തന്നിട്ട് 5 എണ്ണത്തിനെ അറേഞ്ച് ചെയ്യുക. ഓക്കെ, 4 എണ്ണത്തിനെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ അതൊക്കെ പെർമ്യൂട്ടേഷൻ ആണ്. പെർമ്യൂട്ടേഷനിൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ എന്താണ് വെക്കുന്നത്, സെക്കൻഡ് പൊസിഷനിൽ എന്താണ് വെക്കുന്നത്, തേർഡ് പൊസിഷനിൽ എന്താണ് വെക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. refers to the arrangement which can be made by taking r things at a time of all n things at a time with attention given to order of arrangement. Okay, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാൽ എ ബി സി, ഇത് നിങ്ങളുടെ 3 ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 3 ഒബ്ജക്ട്സിൽ നിന്ന് 2 എണ്ണം വീതം, 6 എന്ന് പറയുന്നത് നമ്മൾ 2 എടുക്കുന്നത്, ഇവിടെ n = 3 ആണ്, r = 2, 2 എണ്ണം മറ്റേ ടൈം എടുക്കുകയാണ്, എന്നിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ 2 എണ്ണത്തിനെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? പെർമ്യൂട്ടേഷൻ ആകുമ്പോൾ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എ ആണ് ഫസ്റ്റ് എടുക്കുന്നത് വെച്ചാൽ എനിക്ക് എ ബി വരാം, എ സി വരാം അല്ലേ. ദെൻ ബി ആണ് ഫസ്റ്റ് എടുക്കുന്നത് വെച്ചാൽ ബി എ വരാം, ബി സി വരാം. ദെൻ സി എടുത്തു കഴിഞ്ഞാൽ സി എ വരാം, സി ബി വരാം. അപ്പോൾ നമുക്ക് മൊത്തം 6 കേസസ് കിട്ടി. അപ്പോൾ ഇതാണ് പെർമ്യൂട്ടേഷൻ. ഇവിടെ നോക്കുക, എ ബി വന്നു, ബി എ വന്നു. അതിന് കാരണം രണ്ടും വരാനുള്ള കാരണം എന്താണ്? എയും ബിയും എടുക്കുക, അറേഞ്ച് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് എ ആദ്യം എടുത്തിട്ട് ബി പിന്നെടുത്താലും ബി ആദ്യം എടുത്തിട്ട് എ പിന്നെടുത്താലും നമ്മളെ കയ്യിലുണ്ടാവുന്ന സാധനം സെയിം ആണ്. പക്ഷെ പെർമ്യൂട്ടേഷൻ ആവുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് വെക്കുന്നത്, എന്താണ് അതിൻ്റെ സ്ഥാനം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് എ ആണ് എടുക്കുക വെച്ചാൽ ഫസ്റ്റ് എ, രണ്ടാമത് ബി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബി എടുക്കുന്നതും രണ്ടാമത് എ എടുക്കുന്നതും അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് പെർമ്യൂട്ടേഷനിൽ. ഇനി പെർമ്യൂട്ടേഷൻ ഡിനോട്ട് ചെയ്യുന്നത് പെർമ്യൂട്ടേഷന് നൊട്ടേഷൻ ഉണ്ട്. നമ്മൾ എൻ പി ആർ, പി ക്യാപിറ്റലാണ്, എൻ പി ആർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. n ഐറ്റംസ് നിന്ന് 6 ഐറ്റംസിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻ പി ആർ എന്ന് പറയാം. ഓക്കെ, ഇനി അതിനെ നമ്മൾ ഇങ്ങനെയും കാണാറുണ്ട്, n കുറച്ച് മുകളിലിട്ടിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2 നൊട്ടേഷൻസ് ആണ് ഉള്ളത്. ഈ എൻ പി ആർ എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എക്സെട്രാ ഇൻറ്റു n മൈനസ് ആർ പ്ലസ് 1 ആണ്. ഓക്കെ, അതായത് എൻ പി എൻ എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എക്സെട്രാ ഇൻറ്റു 2 ഇൻറ്റു 1 വരെ വരും. അപ്പോൾ ഈ ഒരു എൻ പി എന്നെ നമുക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ ഇത് വാല്യൂ കറക്റ്റ് കിട്ടും. അപ്പോൾ ഇതിന് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട്, ഇപ്പോൾ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ ചെയ്യുന്ന സമയത്ത് നമുക്കത് കുറച്ച് ഡിഫിക്കൽട്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് വരാൻ. അപ്പോൾ അതിന് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നൊട്ടേഷൻ വരുന്നുണ്ട് ഫാക്ടോറിയൽ വെച്ചിട്ട്. അപ്പോൾ ഫാക്ടോറിയൽ എന്താണെന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഫാക്ടോറിയൽ നൊട്ടേഷൻ. We have a compact notation for the null full expression given by the product n into n minus 1 into n minus 2 etc. into 3 into 2 into 1. അപ്പോൾ 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ n ഫാക്ടോറിയൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വരട്ടിട്ട് താഴെ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അതിനെ n ഫാക്ടോറിയൽ എന്നാണ് വായിക്കുക. ഓക്കെ,
അപ്പോൾ എൻ പി എൻ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ആണ്. അതായത് 6 6 ഐറ്റംസ് നിന്ന് 6 പെർമ്യൂട്ട് ചെയ്യുന്ന അറേഞ്ച് ചെയ്യുന്നതിനെ 6 ഫാക്ടോറിയൽ നമുക്ക് കിട്ടും. അതായത് 1 മുതൽ 6 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ പ്രൊഡക്റ്റ് 720. ഓക്കെ, ദെൻ 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഡെഫിനിഷൻ പ്രകാരം തന്നെ 1 ആണ്. ഓക്കെ, അവിടെ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 തന്നെ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എക്സെട്ര 2 ഇൻറ്റു 1, അതായത് 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ പ്രോഡക്റ്റ് 0 ഫാക്ടോറിയൽ ഈക്വൽ ടു 1. ഇതാണ് ഡെഫിനിഷൻ. ദെൻ ആ ഫാക്ടോറിയൽ നൊട്ടേഷൻ വെച്ച് നമുക്ക് നമ്മുടെ n ഐറ്റംസിൽ 6 ഐറ്റംസിനെ ഒരു സമയം എടുത്തിട്ട് അറേഞ്ച് ചെയ്യുന്ന പ്രോബബിലിറ്റി ആയിട്ടുള്ള NPRനെ നമുക്ക് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും ഒരുപാട് പ്രാവശ്യം. ഓക്കെ, ദെൻ കുറച്ച് റിസൾട്ട്സ് നോക്കാം. The number of permutations of n objects when r objects taken at a time when repetition allowed is equal to n raised to r. Repetition allowed എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത സാധനം തന്നെ നമുക്ക് വീണ്ടും വീണ്ടും എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n raised to r ആണ് അതിൻ്റെ പ്രോബിലിറ്റി കിട്ടുക. അത്രയും രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. The number of permutations of n objects when all the n taken at a time when repetition allowed is equal to, n ഒബ്ജക്റ്റിന് n എണ്ണം തന്നെ എടുക്കുകയാണ്, എന്നിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ അതിൽ n raised to n വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം റിപ്പീറ്റേഷൻ ഉള്ളപ്പോൾ. Then the number of permutations of n objects of which n1 are of one kind and n2 are of another kind, n3 are of another kind, etc. Taking all the n together is given by. അപ്പോൾ നോക്കാം, നിങ്ങൾക്ക് n ഒബ്ജക്ട്സ് ഉണ്ട്. ഇപ്പോൾ n ബോൾസ് ഉണ്ട്. ആ n ബോൾസിൽ n1 എണ്ണം ഒരു കളറിലുള്ളതാണ്, n2 എണ്ണം വേറൊരു കളറിലാണ്, n3 എണ്ണം വേറൊരു കളറാണ്. അപ്പോൾ n1 ബ്ലാക്ക് ആണെന്ന് വിചാരിക്കുക, n2 വൈറ്റ് ആണ്, then n3 ബ്ലൂ ആണ്. അപ്പോൾ ക്യാപിറ്റൽ N അല്ല സ്മോൾ n ടോട്ടൽ നിങ്ങൾക്ക് n ആണ്. അങ്ങനെയാണ് വെച്ചാൽ ആ n എണ്ണത്തിനെ ഒരേ സമയത്തെടുത്ത് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ പെർമ്യൂട്ടേഷൻ, ആ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നതിൻ്റെ ബേസ് എത്ര രീതിയിൽ ചെയ്യാമെന്നുള്ളത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ ഇൻറ്റു n3 ഫാക്ടോറിയൽ ആണ്. ഇപ്പോൾ k ഡിഫറെൻറ്റ് ടൈപ്സ് സാധനങ്ങളാണ് വെച്ചാൽ എക്സെട്ര nk ഫാക്ടോറിയൽ വരെ അത് പോകും. ഓക്കെ, വേർ n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര nk is equal to n ആണ്. ദെൻ പെർമ്യൂട്ടേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് റെഗുലേഷൻസ് be arranged at random, what is the chance that there will be exactly 4 letters between R and E? അപ്പോൾ നോക്കാം, റെഗുലേഷൻസ് എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ വേർഡിലെ ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. വാട്ട് ഈസ് ദ ചാൻസ് ദാറ്റ് ദർ വിൽ ബി എക്സാക്ട്ലി 4 letters between R and E? അപ്പോൾ R ആൻഡ് E ഫിക്സ്ഡ് ആണ്. അപ്പോൾ 2 ലെറ്റേഴ്സിനെ നമുക്ക് പെർമ്യൂട്ട് ചെയ്യണം. മൊത്തം 11 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതിൻ്റെ വേസ് എന്ന് പറയുന്ന പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? n 11 ആണ്, R എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ NPR ടോട്ടൽ വേസ്. അപ്പോൾ R E എന്ന് പറഞ്ഞ 2 ലെറ്റേഴ്സിനെ നമുക്ക് ഈ 11 ലെറ്റേഴ്സിൽ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? ടോട്ടൽ ചാൻസസ് എന്ന് പറയുന്നത് എന്താണ്? 11P2 ആണ് വരിക. ഓക്കെ, അതിന് കാരണം നമുക്ക് 11 ലെറ്റേഴ്സ് ആണുള്ളത്. അതിൽ ആറും E എന്ന് പറഞ്ഞ 2 ലെറ്റേഴ്സ്, ആ 2 ലെറ്റേഴ്സിനെ നമുക്ക് 11P2 വേസിൽ അറേഞ്ച് ചെയ്യാം. The word regulation consists of 11 letters. The 2 letters R and E can occupy 11P2 equal to 11 into 10 equal to
110 110 പൊസിഷൻസിൽ അത് വരാം. നമുക്ക് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് 11 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 11 പൊസിഷൻസ് ഇങ്ങനെ നിരത്തി വെക്കാം. അപ്പോൾ 11 പൊസിഷൻസ് ഇങ്ങനെ നിരത്തി വെക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ 6 വെക്കാം, ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ 7 വെക്കാം. അങ്ങനെ ഓരോ പൊസിഷനിലും നമ്മൾ അറേഞ്ച് ചെയ്ത് അങ്ങനെ നമുക്ക് 11 P2 വേസിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് 11 P2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോട്ടൽ അത്ര വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷെ നമുക്ക് ആ ടോട്ടൽ അത്ര വേസിൽ ആണ് എത്ര വേസ് ആണുള്ളതെന്നല്ല ചോദിച്ചിരിക്കുന്നത്. ആ അറേഞ്ച് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിൽ ആറിൻ്റെയും ഇൻ്റെ ഇടയിൽ കറക്റ്റ് 4 ലെറ്റേഴ്സ് വരുന്ന പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ദർ വിൽ ബി എക്സാക്ട്ലി 4 ലെറ്റേഴ്സ് ബിറ്റ്വീൻ ആർ ആൻഡ് ഇ ആർ എന്യൂമറേറ്റഡ് ബിൽ. അപ്പോൾ അതെങ്ങനെയൊക്കെ വരാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ 6 ആണ് വെക്കുന്നത് വെച്ചാൽ ഉള്ളിൽ 4 എലമെൻറ്റ്സ് വന്നിട്ട് 4 ലെറ്റേഴ്സ് വന്നിട്ട് എത്രാമത്തെ പൊസിഷനിലായിരിക്കും ഈ വരിക? ഫസ്റ്റത്തെ പൊസിഷനിൽ 6. പിന്നെ 4 ലെറ്റേഴ്സ് കഴിഞ്ഞാൽ 4 ലെറ്റേഴ്സ് വരുമ്പോൾ 5 ലെറ്റേഴ്സ് വരെ എത്തി, 5 പൊസിഷൻ വരെ എത്തി. ദെൻ 6ാമത്തെ പൊസിഷനിലാണ് അപ്പോൾ ഇ വരിക. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ 6, 6ാമത്തെ പൊസിഷനിൽ ഇ വന്നു. ദെൻ ഇനി 6നെ നമ്മൾ 2ാമത്തെ പൊസിഷനിൽ വെക്കാം. 2ാമത്തെ പൊസിഷനിലാണെന്ന് വെച്ചാൽ ഇ എത്രാമത്തെ പൊസിഷനിലാണ്? 7ാമത്തെ പൊസിഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ 6 3ാമത്തെ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഇ എന്ന് പറയുന്നത് 8ാമത്തെ പൊസിഷനിലാണ് ഉണ്ടാവുക. 6 4ാമത്തെ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഇ എന്ന് പറയുന്നത് 9ാമത്തെ പൊസിഷനിലാണ് ഉണ്ടാവുക. അപ്പോൾ 6 5ാമത്തെ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഇ എന്ന് പറയുന്നത് 10ാമത്തെ പൊസിഷനിലാണ് ഉണ്ടാവുക. ഇനി 6ാമത്തെ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഇ എന്ന് പറയുന്നത് 11ാമത്തെ പൊസിഷനിലാണ് ഉണ്ടാവുക. ഇനി 6നെ കൊണ്ട് ചെയ്യാണ്ട് 7ാമത്തെ പൊസിഷനിൽ വെക്കാൻ പറ്റുമോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 4 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാൻ സ്ഥലമില്ല. 11 വരെ ഉള്ളൂ, നമുക്ക് 11 പൊസിഷൻസേ ഉള്ളൂ, പിന്നെ വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പോസിബിലിറ്റീസ്. ഓക്കെ, അപ്പം നമുക്കിവിടെ എത്ര പോസിബിലിറ്റീസ് കാണുന്നുണ്ട്? 1 2 3 4 5 6 ഉണ്ട്. ഇതുപോലെ തന്നെ ഫസ്റ്റ് ഇ വെക്കുന്നതും രണ്ടാമത് 6 വെക്കുന്ന ഇതുമായിട്ടുള്ള 6 കൂടെ വരും അല്ലേ? ഈ 6ന് പകരം നമുക്കിവിടെ ഫസ്റ്റ് ഇ വെക്കാം, 6ാമത്തെ പ്ലേസിൽ 6 വെക്കാം, അങ്ങനെ വെക്കാം. അപ്പോൾ ഇതിൻ്റെ നേരെ 6ഉം ഇയും ചേഞ്ച് ചെയ്തിട്ടുള്ള 6 രീതി കൂടെ നമുക്ക് വരും. 6 രീതിയിലും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ സിൻസ് ആർ ആൻഡ് ഇ ക്യാൻ ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻ ദ റിക്വയർഡ് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 × 6 2 × 6 = 12 കിട്ടും. അപ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ട് 12 എണ്ണം ഉണ്ട്. ടോട്ടൽ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് 110 എണ്ണം ഉണ്ട്. അപ്പോൾ ദ റിക്വയർഡ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് 12/110 ആണ്, = 6/55. അപ്പോൾ ഇങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ട് ഉള്ള ഒരു പ്രോബ്ലം ചെയ്യുന്ന രീതി. ഓക്കെ, താങ്ക് യു.